വർഷയെയും ശ്രീകാന്തിനെയും വീട്ടിലോട്ട് കയറ്റിയതിനു ശേഷം പിന്നീടാണെങ്കിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് വർഷയ്ക്കായിരിക്കും. ഇതൊന്നും എന്നാ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്, സുധി, അമ്മയുടെ സ്വഭാവത്തില് നല്ല മാറ്റമുണ്ട്. ആന്റി എന്നെയാ കൂടുതൽ സ്നേഹിച്ചിരുന്നേ, എന്നാ ഇപ്പൊ വർഷ വന്നപ്പോ വർഷയോടാ കൂടുതൽ കാര്യം. ശ്രുതി, അതൊക്കെ നിനക്ക് തോന്നുന്നതാ. നിന്നെ കഴിഞ്ഞിട്ടേ അമ്മയ്ക്ക് വേറെ ആരും ഉള്ളൂ. എന്നാലും ചെറിയൊരു പരിഗണന കൂടുതൽ അവളോട് തന്നെയാ. നീ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാനെന്തായാലും പുറത്തോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പുറത്തോട്ട് അങ്ങ് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ശ്രുതിക്ക് ആകെ സങ്കടമായിരിക്കും. കുറച്ച് പൈസയുള്ള വീട്ടിൽ നിന്ന് ഒരുത്തി കയറി വന്നപ്പോ ആന്റിക്ക് എന്നോടുള്ള സ്നേഹത്തില് നല്ല കുറവുണ്ട്. ഇപ്പോഴാണെങ്കിൽ ചന്ദ്ര ജ്യൂസും ഹോർലിക്സും ഒക്കെ കൊണ്ടുകൊടുക്കുന്നത് വർഷയ്ക്കായിരിക്കും. റൂമിലോട്ടായിരിക്കും എല്ലാം കൊണ്ടുകൊടുക്കാം. എന്നാ വർഷയ്ക്ക് രേവതിയോട് പ്രത്യേക ഒരു സ്നേഹമായിരിക്കും. സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് രേവതിയെയും കാണുന്നത്. എപ്പോഴും രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വർഷ സംസാരിക്കുന്നത്. എന്നാ ഇതൊന്നും ചന്ദ്രയ്ക്ക് അത്ര അങ്ങ് പിടിക്കുന്നില്ല. കയറി വന്നപ്പോ തൊട്ട് അവൾ എപ്പോഴും ആ രേവതിയുടെ പുറകെയാ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവര് കൂടുതലേ അടുക്കാതെ നോക്കണം എന്നൊക്കെ ചന്ദ്ര മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. വർഷയാണെങ്കിൽ സെറ്റിയിലൊക്കെ കയറി നിന്ന് റേഞ്ച് ഇല്ലാത്ത കാരണം റേഞ്ച് തപ്പിപ്പിടിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ചന്ദ്ര വരുന്നുണ്ട്. എന്താ മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ കയറി നിൽക്കുന്നേ? താഴോട്ട് ഇറങ്ങ്, വീഴും. ഇതൊന്നും കേൾക്കാതെ നമ്മുടെ വർഷ വീണ്ടും വീണ്ടും അടുത്തടുത്ത സെറ്റിയിലോട്ട് ഇങ്ങനെ ചാടിക്കയറുകയാണ്. മോളെ വർഷ, നീ വീഴും, ഇറങ്ങ് വർഷേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയെ ഇറക്കുന്നുണ്ട്. നീ എന്താ ഈ കാണിക്കുന്നേ? ആന്റി, ഇവിടെ റേഞ്ച് ഇല്ല. മോൾക്ക് ആരെങ്കിലും വിളിക്കാനാണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ, അതിൽ നല്ല റേഞ്ചാ. അത് പിന്നെ എനിക്ക് ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാനായിരുന്നു. മോൾ എന്തിനാ ജ്യൂസ് ഓർഡർ ചെയ്യുന്നത്? ഇവിടെ തന്നെ ഒരു ജ്യൂസ് കടയില്ലേ? ജ്യൂസ് കടയോ? ആ, നമ്മുടെ അടുക്കള. നിനക്ക് ഏത് ജ്യൂസ് വേണോ അത് രേവതി ഉണ്ടാക്കി തരും. വേണ്ട, ചേച്ചിയോട് പറയണ്ട. ചേച്ചി രാവിലെ തൊട്ടേ ജോലി ചെയ്ത് ആകെ ക്ഷീണിച്ചാ കിടക്കുന്നേ. അതുകൊണ്ട് ചേച്ചി ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. ചേച്ചി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. അതൊന്നും കുഴപ്പമില്ല, അവൾക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. അവളാണെങ്കിൽ നല്ലപോലെ ജ്യൂസ് ഉണ്ടാക്കും. എടി രേവതി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ രേവതി വരുന്നുണ്ട്. എന്താമ്മേ, എന്താ കാര്യം? മോൾക്കേ ജ്യൂസ് കുടിക്കണമെന്ന്. നീ പോയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്ക്. ഓറഞ്ച് ജ്യൂസ് മതിയല്ലോ മോളെ? ആ മതി ആൻറ്റി. ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? എനിക്കിതൊന്നും അത്ര വശമില്ലാത്ത കാരണാ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാത്തേ. ഞാൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞതാ ആൻറ്റിയുടെ അടുത്ത്. ആൻറ്റിയാ പറഞ്ഞത് ചേച്ചി ഉണ്ടാക്കി തരുമെന്ന്. അതൊന്നും കുഴപ്പമില്ല വർഷേ. എന്നാ ചേച്ചി മധുരിടണ്ട, മധുരത്തിന് പകരം തേൻ ഒഴിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ വർഷ പറയുന്നുണ്ട്. ആ ശരി, ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോവാണ്. മോളെന്തായാലും റൂമിൽ പോയിരുന്നോ? ഞാൻ ജ്യൂസ് ആയി കഴിഞ്ഞാൽ മോൾക്ക് അങ്ങ് കൊണ്ടുവന്ന് തരാം എന്ന് ചന്ദ്ര പറയണം. ചന്ദ്ര എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇവളെ എന്ത് പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇതത്ര ശരിയല്ല. അങ്ങനെ രേവതി ജ്യൂസുമായിട്ട് നേരെ വർഷയുടെ റൂമിലോട്ട് പോവാണ്. നീ എങ്ങോട്ടേക്ക് പോകുന്നേ? നീ അവിടെ നിൽക്ക്. നീ എന്തായാലും കൊണ്ടുകൊടുക്കണ്ട, ഇങ്ങ് കൊണ്ടുവാ. അതെന്താ അമ്മേ, ഞാൻ കൊണ്ടുകൊടുത്തോളാം. വേണ്ടാന്നല്ലേ പറഞ്ഞത്? ജ്യൂസ് ഇവിടെ കൊണ്ടുവന്ന് വെക്കെന്നും പറഞ്ഞ് ചന്ദ്രയുടെ അടുത്ത് ജ്യൂസ് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി ഉറക്കെ വിളിക്കുന്നുണ്ട്. ആന്റി, എന്താ കാര്യം? അങ്ങനെ ശ്രുതി നേരെ വന്ന് ആ ജ്യൂസ് എടുത്തങ്ങ് കുടിക്കാൻ നിൽക്കാണ്. അയ്യോ, അത് നിനക്കുള്ള ജ്യൂസല്ല, അതെ വർഷയ്ക്കുള്ള ജ്യൂസാണെന്ന് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി ആകെ നാണം കെട്ട പോലെ ആവുന്നുണ്ട്. എപ്പോഴും ശ്രുതിയെ വിളിച്ചു വരുത്തി ജ്യൂസ് കൊടുത്തും പാല് കൊടുത്തും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പരിഗണനയല്ലേ. എന്നാ ഇപ്പൊ വർഷ വന്നപ്പോൾ ആ പരിഗണനയൊക്കെ അങ്ങ് മാറുകയാണ്. ആൻറ്റി, ഞാൻ കരുതി എനിക്കുള്ള ജ്യൂസാണെന്ന്. സോറി ആൻറ്റി എന്നും പറഞ്ഞ് ജ്യൂസ് അവിടെ വെക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് വർഷയ്ക്ക് അങ്ങ് കൊണ്ടുകൊടുക്ക്, അവള് റൂമിലുണ്ട്. ആൻറ്റി, എന്താ പറഞ്ഞേ? വർഷേ റൂമിലുണ്ട്, നീ ഈ ജ്യൂസ് അങ്ങ് കൊണ്ടുകൊടുക്ക് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത പോലെ അങ്ങ് തോന്നാണ്. കാരണം രേവതിയല്ലേ ഇതുപോലെയൊക്കെ പറഞ്ഞ് പണി ചെയ്യിപ്പിക്കാറ്. ഇതിപ്പോ എന്നോടും പറയാൻ തുടങ്ങിയോ എന്നൊക്കെ ഒരു തോന്നല് ശ്രുതിക്ക് തോന്നാണ്. എന്നാ അതൊന്നും സാരായിട്ട് എടുക്കാതെ തന്നെ ശ്രുതി ആ ജ്യൂസുമായിട്ട് വർഷയുടെ റൂമിലോട്ട് പോവാണ്. ചേച്ചി എന്തിനാ ജ്യൂസുമായിട്ട് ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്ന് വർഷ പറയുന്നുണ്ട്. അല്ല ആൻറ്റി ഇങ്ങോട്ട് കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞു, അതാ. അങ്ങനെ ജ്യൂസും കൊടുത്ത് ശ്രുതി അവിടെ നിന്ന് പോരുന്നുണ്ട്. ചന്ദ്രയുടെ മാറ്റം കണ്ട് ശ്രുതിക്ക് വല്ലാതാവുന്നുണ്ട്. പിന്നീട് അന്ന് രാത്രി വർഷ കുറച്ച് മോഡേൺ ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ മോഡേൺ ഡ്രസ്സുകളാണ് വീട്ടിൽ ധരിക്കുന്നത്. മുട്ടിന് മുകളിലുള്ള ഒരു ഉടുപ്പ് മോഡൽ ഡ്രസ്സാണ് വർഷ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് രവിയാണെങ്കിൽ ഹോളിൽ ഇരിക്കുകയായിരിക്കും. ചന്ദ്രയും കൂടെ കാണും. പെട്ടെന്ന് തന്നെ വർഷ അങ്ങോട്ട് വരുമ്പോൾ രവി മുഖമൊന്ന് മാറ്റി തിരിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ചന്ദ്ര വർഷയെ ശ്രദ്ധിക്കുന്നത്. വർഷ ഇറക്കമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് കാണുമ്പോൾ ചന്ദ്ര വർഷയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. മോളെ ഒന്നിങ്ങ് വാ, ഞാനൊരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് വർഷയെ വിളിക്കുന്നുണ്ട്. മോളെ, ഈ ഡ്രസ്സ് എന്താ ആൻറ്റി, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? അത് വേറെ ഡ്രസ്സ് ഇട്ടാൽ പോരെ? ഇത് മോൾക്ക് തീരെ ചേരുന്നില്ല. എനിക്ക് ചേരുന്നില്ല എന്നോ? എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണിത്. എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ?
അച്ഛനൊക്കെയുള്ള വീടല്ലേ, അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇടണ്ട. അച്ഛനോ? എനിക്കെൻ്റെ അച്ഛനെ പോലെ തന്നെയാ അങ്കിളും. പിന്നെ എന്താ പ്രശ്നം? ഞാൻ വീട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. അത് വീട്ടിൽ മോളെ, ഇവിടെ ഈ ഡ്രസ്സൊന്നും ഇടണ്ട. ഇവിടെ രേവതിയും ശ്രുതിയും ഒക്കെ ഡ്രസ്സ് ഇടാറില്ലേ, ആ രീതിക്ക് വല്ല ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി മോളെ. ഇത് കേട്ട് ശ്രുതി വരുന്നുണ്ട്. എന്താ ആൻറ്റി? അല്ല, ഞാൻ പറയായിരുന്നു ഈ ഡ്രസ്സൊന്നും ഇട്ട് നടക്കരുതെന്ന്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അത് പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല, നീ പോയിട്ടേ വേറെ വല്ല ഡ്രസ്സും ഇട്. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഞാനാ തീരുമാനിക്കുക. എൻ്റെ ഡ്രസ്സിങ് സെൻസ് ഒക്കെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തരണം. അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിനാണോ ഞാൻ ഡ്രസ്സ് ഇടുന്നത്? ആൻറ്റി സാരി എടുക്കുന്നു. ആൻറ്റിയോട് ഞാൻ പറയാണ് വീട്ടിൽ ചുരിദാർ ഇട്ടാൽ മതി, ജീൻസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആൻറ്റി അങ്ങനെ ചെയ്യോ? എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ ഇടും. അതിന് ആരും എന്നോട് പറയണ്ട. ഈ വീട്ടിൽ എങ്ങനെ നിൽക്കണം എങ്ങനെ നിൽക്കണ്ട എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ ഉപദേശിക്കണ്ട. ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇടൂ. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ അച്ഛനും അതുപോലെ സുധിയും ആണുങ്ങൾ ഒരുപാട് പേരുള്ളതാ. ഈ ഈ ഒരു രീതിക്കുള്ള ഡ്രസ്സൊന്നും ഇവിടെ അങ്ങനെ ഇട്ട് നടക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊരു മോശമായിട്ടുള്ള ഡ്രസ്സായിട്ട് തോന്നുന്നില്ല. ഞാൻ വീട്ടിലും ഇതിലിറക്കം കുറഞ്ഞ ഡ്രസ്സുകളാണ് ധരിക്കാറ്. എന്താപ്പം അതിന് പ്രശ്നം? ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ ഏട്ടനും അനിയനും അച്ഛനും ഒക്കെ തന്നെയാ. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ആൻറ്റി, എനിക്കിനിയൊന്നും പറയാൻ വയ്യ. ആൻറ്റി തന്നെ പറഞ്ഞു എന്ന് ശ്രുതി പറയുന്നുണ്ട്. വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട്, ആൻറ്റി ഇനി ഒന്നും പറയണ്ട. ഞാൻ ഈ ഡ്രസ്സ് മാറ്റില്ല. ഇത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാ, ഇത് തന്നെ ഞാൻ ധരിക്കൂ എന്ന് വർഷ വാശി പിടിക്കുകയാണ്. ഈ സമയത്ത് ഇതൊക്കെ കേട്ട് രേവതി വരുന്നുണ്ട്. എന്താ വർഷേ, എന്താ കാര്യം? ചേച്ചി പറ, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഞാനിതിടണ്ടെന്ന് പറയാൻ ആൻറ്റിക്ക് എന്താ അവകാശം? ഞാൻ എന്തിടണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇങ്ങ് വായെന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് രേവതി വിളിച്ചുകൊണ്ട് പോവാണ് വർഷയെ. മോളെ സമാധാനമായിട്ട് കേൾക്ക്, ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. എന്താ ചേച്ചി, ചേച്ചി ഇതന്നെയാണോ പറയുന്നത്? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം ചേച്ചി? ഞാൻ വീട്ടിൽ ഇത് എങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഇടാറ്. പിന്നെ എന്താ ഇവിടെ ഇത്ര വലിയ പ്രശ്നം? അത് മോളുടെ വീട് ചേച്ചി, ഇതും എൻ്റെ വീടാ. ശരിയാണ്, പക്ഷേ അവിടെ മോളുടെ അച്ഛനും അമ്മയും മാത്രമായിട്ട് ജീവിച്ച് വളർന്നതല്ലേ. ഇവിടെ അങ്ങനെയല്ലല്ലോ. മോൾക്ക് ഏട്ടന്മാരും ഒക്കെയുള്ള സ്ഥലമല്ലേ. അതിനെന്താ ചേച്ചി? അച്ഛൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയാ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ അവരിതൊന്നും കണ്ട് ശീലിക്കാത്തതല്ലേ, അതുകൊണ്ടാ അമ്മ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ മോളോട് ദേഷ്യം കൊണ്ടൊന്നുമല്ല. മോൾക്ക് ഈ ഡ്രസ്സ് നല്ല പോലെ ചേരുന്നുണ്ട്. എന്നാലും ഈ ഡ്രസ്സ് ഇടണ്ട, വേറെ ഡ്രസ്സ് മാറ്റി നല്ലൊരു ഡ്രസ്സ് ഇട്. വർഷം ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാ. എന്നാലും ഇപ്പം ഈ ഡ്രസ്സ് മാറ്റി വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് വാ എന്ന് രേവതി നല്ല രീതിക്ക് വർഷയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വർഷ അപ്പം പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞ കാരണം ഞാനിപ്പോൾ ഈ ഡ്രസ്സ് മാറ്റാം. അങ്ങനെ വർഷ റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നാ ഇതൊക്കെ കണ്ട് ചന്ദ്രൻ ഞെട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ല, രേവതി പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ചു എന്ന മട്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ശ്രുതിയും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ വർഷ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് രേവതിയുടെ അടുത്തോട്ട് വരികയാണ്. എങ്ങനെയുണ്ട് ചേച്ചി, ഈ ഡ്രസ്സ് മതിയോ? ഓ, നല്ല ഡ്രസ്സാ, ഇത് മോൾക്ക് നല്ല പോലെ ചേരുന്നുണ്ട് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കും വർഷയ്ക്കും ഇടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് കേട്ടോ. എപ്പോഴും രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിക്കൂ. അങ്ങനെ നല്ല സ്നേഹത്തിലാണ് വർഷ രേവതിയോട്. ഇതൊന്നും നമ്മുടെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും അത്രയും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിക്കാണെങ്കിൽ ഇപ്പോഴുള്ള സ്ഥാനം പോലും അവിടെ കിട്ടാത്തൊരു സാഹചര്യമാണ് കേട്ടോ.